ഇന്നത്തെ ശുദ്ധീകരിച്ചതുപോലെയാണ് കിട്ടിയാലോ. ബാക്കിയൊക്കെ എന്തായി പോവും? മുനാഫിക്കായിട്ട് അങ്ങനെ പോകും. അതിനനുസരിച്ച് ഒപ്പിച്ച് ഇങ്ങനെ വർത്താനം പറയും. സൂഫി സമ്മേളനം നടന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. എന്താണ് ഇപ്പൊ ഇവരോടൊക്കെ വർത്താനം പഠിച്ചാണ് ഉള്ള സൂഫികളെ പേര് മുഴുവനും ബടക്കാക്കിയിട്ട് ഇത് കേട്ടപ്പോ ഇപ്പൊ വഹാബികളെ പോലത്തെ ആളുകൾക്ക് ഒരു ചാൻസായി. എന്ത്? സൂഫികൾ കണ്ടില്ലേ, നരേന്ദ്ര RSSനോട് സഹകരിക്കാണ്. അത് സൂഫിയല്ല, മനസ്സിലായില്ല? സൂഫി പേന്ന് പേരുള്ള കുറെ ആളുകൾ നമ്മളെ നാട്ടിലുണ്ട്. അത് സൂഫിയല്ല. സൂഫിയാരാ? അള്ളാഹുവിന്റെ ദുനിയാവിനെ വെടിഞ്ഞോനാണ് എന്ത്? സൂഫി. എന്താ അവരുടെ ലക്ഷ്യം? അതിനിവിടുന്ന് പോയവരുണ്ട്. എന്താ ലക്ഷ്യം? ദുനിയാവ്. അയാളൊപ്പം നിന്നാലേ ഇപ്പം മുണുങ്ങാൻ കിട്ടുള്ളൂ, അതെന്നെ മുണുങ്ങണം. അല്ലാതെ എന്താ അവരുടെ ലക്ഷ്യം? സൂഫികൾ എന്ന് പറഞ്ഞ ഒരു കൂട്ടൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്നോട് ചോദിച്ചില്ല, സൂഫികൾ എന്ന് പറയുന്നുണ്ടല്ലോ, സൂഫി സമ്മേളനത്തിന് വേണ്ടി നമ്മളെ മൂല്യന്മാരൊക്കെ പോലുണ്ടല്ലോ, ഇതാണോ സൂഫികള്? മനസ്സിലായില്ല. നമ്മൾ പഴയ കാലത്ത് തന്നെ നമ്മളെ നാടൻ ഭാഷയിൽ കള്ള സൂഫിയാണോ എന്നറിയും. ഇത് കള്ള സൂഫികളാ. എന്റെ മറ്റേളൊപ്പം നിന്ന് RSSന്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. വഹാബികൾ ദുനിയാവിലെ എല്ലാ ഇന്നത്തെ പ്രശ്നത്തിന്റെയും കാരണം വഹാബികൾ തന്നെ. അത് സംശയം വേണ്ട. ഇന്ന് മുസ്ലിം ലോകം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെയും കാരണം വഹാബികളാണ്. അതിന് ഒരു വാദപ്രതിവാദം ഞാൻ തയ്യാറാണ്. ഇന്ന് മുസ്ലിം ലോകം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെ കാരണം വഹാബികളാണ്. യാതൊരു സംശയം വരും. അത് നിങ്ങളോട് ഇപ്പം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് ചരിത്രം പഠിക്കണം. ഇന്ന് മുസ്ലിമീങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെയും കാരണം വഹാബികളാണ്. പക്ഷേ അത് പേര് പറഞ്ഞിട്ട് RSSനെ പിന്തുണ കൊടുക്കുന്നവർ കള്ളന്മാരാണ്. അതവർ പറഞ്ഞ് ഞങ്ങൾ വഹാബിസത്തിനെതിരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വഹാബികളെ അമർച്ച ചെയ്യാൻ വേണ്ടി ആരെ കൂടെ കൂടാണ്? അതെന്താണ്? അത് അബൂജാലിനെ അമർച്ച ചെയ്യാൻ വേണ്ടി ഇബ്ലീസിനൊപ്പം കൂടും പോലെയാണ്. എന്ത്? അപ്പൊ അതിലാരും വഞ്ചിതരാകണ്ട, അത് മുസ്ലിമീങ്ങളുടെ ശുദ്ധ സമൂഹമല്ല, അത് ഒരിക്കലും അംഗീകരിക്കാത്ത വിഭാഗവുമാണ്. അത് സൂഫികളല്ല, അവർ കള്ളന്മാരാണ്. അവർ സൂഫികളുമല്ല. സൂഫികൾ എന്നാൽ എന്ത്? കരിമ്പടം ധരിച്ചവര്, സൂഫ്. മനസ്സിലായില്ല? ആടിന്റെ രോമത്തിനാണ് എന്ത് പറയാ? സൂഫ്, സൂഫി. ഇതർത്ഥം മര്യാദക്ക് കുപ്പായിടാത്തവര്. AC റൂമ് പോയി ഇരുന്നിട്ടേ കോട്ടിന്റെ മേലെ കൂടെ വേറൊരു കോട്ടും ഒക്കെ ഇട്ട് വലിയ പ്രധാനമന്ത്രിയുടെ അധികാര ചഷകത്തുനിന്ന് മോന്തി കുടിക്കണോലെ ഓരെങ്ങനെയാ സൂഫിയാകുക? സൂഫ് എന്നാൽ എന്താ അർത്ഥം? മര്യാദക്ക് വസ്ത്രമില്ലാതെ അവൻ എന്ത് ചെയ്യും? ഇവിടെ ഒരു സൂഫി ഉണ്ടായിരുന്നു, ഇവിടെ ഒരു സൂഫി ഉണ്ടായിരുന്നു. ആര്? ചെറുപ്പൻസ് മുഹമ്മദ് മുസ്ലിയാര് ആരായിരുന്നു? ആര്? സൂഫിയായിരുന്നു. അത് സൂഫിയാണ്. അതിന്റെ അർത്ഥം ആടിന്റെ കരിമ്പടം ധരിച്ച പോലത്തെ കുപ്പായം തുണിയിട്ട് അള്ളാന്നല്ലാത്തൊരു ചിന്തയില്ല. അതിനാണ് എന്ത് പറയാ? സൂഫി എന്നറിയാ. അപ്പൊ അതിലൊന്നും ആരും ഇവിടെ വഞ്ചിതരാകണ്ട. പക്ഷേ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. ഇന്ന് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം വഹാബിസമാണ്. വഹാബി സ്റ്റേജുകളിൽ പോയിട്ട് സുന്നികളുടെ തൗഹീദ് പഠിപ്പിക്കുന്ന ചില MPമാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ഭീമമായ അബദ്ധമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ അവർ ചരിത്രം പഠിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്.